നമസ്കാരം. ഒരു സാമൂഹ്യ വിരുദ്ധൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ള ചിത്രം എന്ന് പറയുന്നത് ISROയുടെ ഇപ്പോഴത്തെ മേധാവി ഡോക്ടർ വി നാരായണൻ്റേതാണ്. ഡോക്ടർ വി നാരായണൻ്റെ ഫോട്ടോ വയ്ക്കുകയും അതിനു മുകളിലായി എഴുതി ചേർത്തിരിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ്റെ ഫോട്ടോ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആ നെറ്റിയിലേക്ക് ഒന്ന് നോക്കൂ. ശാസ്ത്രബോധമില്ലാത്ത ശാസ്ത്രജ്ഞനാണ് താൻ എന്ന് എഴുതി വച്ചിരിക്കുകയാണ് അവിടെ. ഡോക്ടർ വി നാരായണൻ്റെ നെറ്റിയിലെ ചന്ദനക്കുറിയാണ് ഇയാളുടെ പ്രശ്നം. ഇത് ഒരാളുടെ ശബ്ദമല്ല. ഇങ്ങനെ ഒട്ടനവധി ആളുകൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിക്കുന്നുണ്ട്. ചന്ദനക്കുറി ഇട്ടവരെ അങ്ങനെ വലിയ ഒരു പ്രശ്നമുണ്ടാക്കുകയാണ്. ഈ അടുത്ത കാലത്തായി നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിനോട് ചില BBC അഭിമുഖങ്ങൾ നടത്തുന്നു. ആ അഭിമുഖത്തിൽ ചോദിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന അയോധ്യ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന നടത്തിയത്? അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നല്ലോ, അതെന്തിനാണ്? അങ്ങനെ ഒരു സുപ്രീം കോടതി ജഡ്ജി ചെയ്യാമോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുമ്പോൾ അതിന് പൂജ നടത്തുക, യുദ്ധക്കപ്പലുകൾ നീറ്റിലിറക്കുമ്പോൾ പൂജ നടത്തുക, അതുപോലെ തന്നെ ചന്ദനക്കുറി അണിയുക, ഇതൊന്നും പാടില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവർ ശരിയല്ല എന്ന രീതിയിൽ ഒരു വല്ലാത്ത പ്രചരണം നടക്കുന്നുണ്ട്. ഈ പ്രചരണത്തിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പെട്ടുപോകുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ പോസ്റ്റിട്ട ആളുടെ പേര് ഞങ്ങൾ മറച്ചിട്ടുണ്ട്. അത് ഏത് പേരുകാരനാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ആ വിഭാഗത്തിൽ നിന്നാണ് ബോധപൂർവം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പ്രചരണങ്ങളുടെ അർത്ഥം ഹിന്ദുത്വപരമായ എന്തും, ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, ഹിന്ദു പിന്തുടരുന്ന ഓരോ ദിവസവും പിന്തുടരുന്ന ദിനചര്യകൾ, ഇതെല്ലാം തന്നെ ശാസ്ത്രീയതയുടെ അടിത്തറയില്ലാത്തതാണ്. ശാസ്ത്രബോധമുള്ള ആരും, പുരോഗമന ബോധമുള്ള ആരും ഇത് പിന്തുടരേണ്ടതില്ല എന്നൊക്കെ സമൂഹത്തിൽ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എന്നൊരു പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ടൂൾ കിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രചരണമാണ്. ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതിന് കൃത്യമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അശോക് കർത്തയാണ് ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. ആ മറുപടി ഇങ്ങനെയാണ്: ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ്റെ ഫോട്ടോ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നെറ്റിയിലേക്കൊന്ന് നോക്കൂ. ശാസ്ത്രബോധമില്ലാത്ത ശാസ്ത്രജ്ഞനാണ് താൻ എന്ന് എഴുതി വച്ചിരിക്കുകയാണ് ഇവിടെ. ഒരു FB സുഹൃത്തിൻ്റെ അമർഷമാണ്. നെറ്റിയിൽ ചന്ദന പൊട്ടിട്ടാൽ ശാസ്ത്രബോധം ഇല്ലാതാകുമോ? അതിൻ്റെ യുക്തി എന്താണ്? നാഗർകോവിലിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് സാധാരണ സ്കൂളിൽ പഠിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എടുത്തു. ISROയിൽ ജോലി ചെയ്തുകൊണ്ട് AMIE പാസ്സായി. വേറെ പാങ്ങില്ലായിരുന്നു. ഖരഗ്പൂർ IITയിൽ നിന്ന് MTech ഫസ്റ്റ് റാങ്ക്. 10ാം തരം പാസ്സാകുന്നതുവരെ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. പോളിടെക്നിക്ക് പഠിച്ചത് നാഗർകോവിലെ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ. തമിഴ്നാട്ടിലെ പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച ഒരാൾക്ക് സങ്കല്പിക്കാനാകാത്ത നേട്ടമാണ് വിദ്യാഭ്യാസത്തിലും കരിയറിലും വി നാരായണൻ സ്വന്തമാക്കിയത്. സ്വന്തം കഴിവുകൊണ്ട് മാത്രം. അതിന് നെറ്റിയിലെ ചന്ദനപ്പൊട്ടുമായി ബന്ധമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആ മനസ്സ് എന്തായിരിക്കും? പച്ച കുത്തുന്നതും വസ്ത്രം ധരിക്കുന്നതും മുടി കെട്ടുന്നതും അവനവൻ്റെ സ്വാതന്ത്ര്യം എന്ന് വാദിക്കുന്നവർ നെറ്റിയിൽ ചന്ദനം കാണുമ്പോൾ ഹാലിളകുന്നതെന്ന് എന്തിനാണ് മനസ്സിലാകുന്നില്ല? അമ്മ ഇട്ടുകൊടുത്ത ശീലമാകാം, അച്ഛൻ അപ്പൂപ്പന്മാർ അണിഞ്ഞിട്ടുള്ളതാകാം, പാരമ്പര്യമാകാം, അല്ലെങ്കിൽ സ്വയം തോന്നിയതാകാം. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. അതിനെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രബോധവുമായി ചേർത്ത് വെച്ച് ചോദ്യം ചെയ്യണോ? സ്വന്തം ബുദ്ധി അവനവനിൽ നിർത്തി മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ ഇത്തരം അബദ്ധങ്ങൾ പറ്റും. ഇതാണ് ഇത്തരക്കാർക്കുള്ള കൃത്യമായ മറുപടി. എന്തായാലും ഒരാളുടെ വിശ്വാസം, ഒരാളുടെ മതം നമുക്കറിയാം. ചീഫ് ജസ്റ്റിസ് ആ അഭിമുഖത്തിൽ കൊടുത്ത ഉത്തരമെന്ത് എന്ന് നമുക്കറിയാം. ഒരാൾ ഒരു ജഡ്ജിയായിരിക്കണമെങ്കിൽ അയാൾ നിരീശ്വരവാദിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ശാസ്ത്രജ്ഞന് ISRO ശാസ്ത്രജ്ഞന്മാർക്ക് കുറി തൊട്ടുകൂടാ, അവർ പൂജ നടത്തിക്കൂടാ, റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുൻപ് പ്രാർത്ഥന നടത്തിക്കൂടാ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ചട്ടം കൊണ്ടുവരാൻ ഇവർക്ക് എന്തധികാരമാണുള്ളത്? വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.